ഹലോ, ഗ്രീത എക്സ്പോർട്ടേഴ്സ്. യെസ്, ബസ് സ്റ്റോപ്പിൽ വെച്ചോ? എന്നെയോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? അത് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പൊ വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. ഐ ലവ് യു. ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. നല്ല അടക്കോ ഒതുക്കമുള്ള പെങ്കൊച്ച. മൂത്തവനെ കെട്ടിച്ചയച്ചു. ഇനി ഇതേ ഉള്ളു ബാക്കി. ഈ കാണുന്നതൊക്കെ ഈ കൊച്ചിനുള്ളതാ. വന്നാട്ടെ വന്നാട്ടെ. എന്താ കാര്യം പറയണം? ഇപ്പൊ ഇതും ആയോ? നാട്ടുകാരോട് ഞാനിപ്പോ എന്ത് പറയും? എന്താണ് ഇവിടെ നോക്കി നിൽക്കുന്നത്? പൊടിയാത്തോട്ട് അടുത്ത വീട്ടിലെ കാര്യം അറിയാൻ വന്നിരിക്കുന്നു. പറയടി, മര്യാദയ്ക്ക് പറ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് പഠിത്തവും കോളേജൊന്നും എന്താണോ ഇത് മാറിയോ? ഏതായാലും നമുക്ക് ഈ ബന്ധം വേണ്ട, പോണം. ആരാത്? എന്ത് വേണം? അവരിപ്പോ പ്രാക്ടീസ് തുടങ്ങിക്കാണും. ബ്രേക്ക് ഇല്ലാത്തൊരു സൈക്കിള്. ബോള് തരാൻ മനസ്സില്ല. പോടാ അവിടുന്ന്. ചേട്ടാ ചേട്ടാ, ബോള് വരുന്നില്ല. ആ പന്തി ഞാൻ എന്താ എന്നെ വല്ല ഏൽപ്പിച്ചിട്ടുണ്ടോ? നാണമില്ലല്ലോ ഇത്രയും തടിയനായിട്ട് പിള്ളേരുടെ കൂടെ നിന്ന് കളിക്കാൻ. അത് എന്റെ ഇഷ്ടം. ഇഷ്ടമാണെന്നോ? വഴിയെ പോകുന്ന ആൾക്കാരുടെ ദേഹത്തൊന്നും പന്തറിയാൻ ഒക്കത്തില്ല. ചേട്ടനെ ഞങ്ങളായിട്ട് കൊണ്ട് എറിഞ്ഞൊന്നുമല്ലോ. ഞങ്ങൾ വഴിക്ക് നീ ഓടാൻ പോയിട്ടില്ലേ? കൊരങ്ങ, മോള് പോകുന്ന വഴിക്ക് ഓടിയ ദേഹത്തുള്ളൂ. ചിലപ്പോ എന്നാ തരാൻ മനസ്സിലായി. രോഷ്ണി, വഴക്കുണ്ടാക്കണ്ട, ബോളം കൊടുത്തേക്ക്. കൊച്ചു പറഞ്ഞാ ശരി. രോഷ്ണി, അപ്പൊ തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കി ഞങ്ങൾ വാങ്ങും. എന്നാ വാങ്ങിച്ചോ? അനുജത്തി മഞ്ഞിച്ച്, ഏടത്തി ചോർന്നിട്ട്, തള്ള പറ്റിച്ച് എന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിച്ച് നടക്കുന്ന ഈ ഇടപാട് എനിക്ക് പണ്ടേ ഇല്ല വേണോ സാറേ? ഇല്ലല്ലോ. എന്റെ തൊഴില് സത്യമായിട്ടില്ലേ? എന്നാ താൻ പറഞ്ഞ ആ ശാസ്ത്രീയ സംഗീത വാസനയുള്ള പയ്യനുണ്ടല്ലോ, അവനും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടി ഇവിടെ വന്നിരുന്നു പെണ്ണ് കാണാൻ. വന്നപ്പോ മുതലേ ചെറുക്കിടും മിണ്ടാട്ടമില്ല. ഞാൻ വിചാരിച്ചു തദ്ദേ തള്ളി പേടിച്ചിട്ടാണെന്ന്. പാടാൻ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ചെറുക്കന്റെ സ്വരത്തിന് ഒരവസരം. പാട്ടുകാരനല്ലേ, ഇടയ്ക്ക് സ്വരവും അപസ്വരവും ഒക്കെ വരും. വിക്സ് ചെറുക്കനെ വിക്കാണെന്ന്. മേലാൽ ഇതുപോലുള്ള ആലോചനയും കൊണ്ട് വന്നാലേ ശങ്കരപ്പിള്ള ചേട്ടന് നല്ല വീക്കുള്ളൂ. ഇപ്പോഴേ പറഞ്ഞേക്കാം. അയ്യോ കുഞ്ഞെ, ഈ വിക്കെന്നൊക്കെ പറയുന്നത് ഒരാരോഗ്യത്തിന്റെ ലക്ഷണമാ. പണ്ട് അർജുനന് വിക്കുണ്ടായിരുന്നതായിട്ട് പുരാണത്തിൽ ഒരു ചൊല്ലുണ്ട്. അർജുനേ വിദഗ്ധാനാം വിക്രം വിക്രം എന്ന് ആരാ പറഞ്ഞേ? ആദ്യത്തെ രാമായണം. അതല്ലേ ഇവിടെ പറയാൻ കാരണം. അതുകൊണ്ട് ഈ വിക്കൊരു വലിയ വിക്കല്ലേ. കുഞ്ഞിന് മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാം. അരിപ്പുള്ളി നായര് കോൽപ്പുള്ളി നായർ സംബന്ധാലോചനയായിട്ട് തേങ്ങാപ്പുള്ളി നായർ അവിടെ ചെന്നപ്പോ മുളപ്പുള്ളി നായരെ കുത്തി പുറത്താക്കിയെന്ന്. ഇനി സംബന്ധാലോചന കൊണ്ട് ശങ്കരപ്പിള്ള ചേട്ടന് പടി കിടക്കണ്ട, വേഗം പോവാൻ നോക്ക്. പോകാൻ വരട്ടെ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് പുതിയൊരാലോചന. മേനോൻ സാറേ, രാഘവൻ തമ്പി എന്ന് കേട്ടിട്ടുണ്ടോ?
വേലിത്തമ്പി തളവയെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടേ സുഭദ്ര കുഞ്ഞമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എടോ, കുഞ്ഞമ്മ കുഞ്ഞമ്മ എന്ന് പറഞ്ഞേ മനുഷ്യന്റെ സ്വൈര്യം കെടുത്താതെ തനിക്കിത് പോയി തരാമോ? ചേടാ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? പിടികിട്ടി പിടികിട്ടി. മേനൻ സാറേ, ആസ്ഥാന മൃദംഗ വിദ്വാൻ കേളകത്തെ കിട്ടുണ്ണിക്കുറുപ്പിനെ കേട്ടിട്ടുണ്ടോ? എടോ, അദ്ദേഹം എന്റെ ഗുരുനാഥനാ. അദ്ദേഹത്തിന്റെ ചെറുമകളാണ് സുഭദ്ര കുഞ്ഞമ്മ. സുഭദ്ര കുഞ്ഞമ്മയുടെ ഭർത്താവാണ് രാഘവൻ തമ്പി. ആ ദാമ്പത്യ വല്ലരിയിൽ പൂത്തു വികസിച്ച മനോഹര കുസുമമാണ് പ്രഭാകരൻ. 24 മണിക്കൂറും വായനയാണ്. രാമായണോ ഭാഗവതോ? കുറുപ്പദ്ദേഹത്തിന്റെ മൃദംഗ വൈദഗ്ധ്യം ചെറുങ്ങിന് ഉണ്ടോ? വായിപ്പിക്കാം. ഈ തിരുമുമ്പിൽ മൃദംഗം വായിപ്പിക്കാം. എന്നിട്ട് തീരുമാനിച്ചാ മതി. അവിടെ ഒരുത്തൻ പെണ്ണും പഴക്കൊള്ളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഹനുമാൻ സേവ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരണം. എന്തൊരു കിടപ്പ മനുഷ്യ ഇത്. നിങ്ങൾ ആരെങ്കിലും ചത്തുപോയോ? ഇതുവരെ ഇല്ല. 1.5 കൊല്ലത്തിനകം അത് നടക്കും. ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതിന് നല്ല ഒരു ആലോചന ഇനി വരാനില്ല. മാധവ മേനോൻ എന്ന് പറഞ്ഞ ആരാ? ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാണ്ട് എഴുന്നേറ്റ് ചെന്ന് ഇതിന് നല്ല ഒരു പരിഹാരം നോക്ക് മനുഷ്യ. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗമേ കാണുന്നുള്ളൂ. എന്തോന്ന്? 1 കൊല്ലം കാത്തിരിക്കുന്നതിന്റെ വിഷമം സഹിക്കാതിരിക്കാൻ ഇപ്പോഴേ വല്ല വിഷവും കഴിച്ചങ്ങ് ചാകുക. ചുമ്മാതല്ല. നിങ്ങൾ ആളുകള് മക്ക തമ്പി വിളിക്കുന്നത് എന്നെയാ. അത് നിന്റെ മൂത്ത മോനാ പ്രകാവരൻ. നിങ്ങളെയും വിളിക്കാറുണ്ട്. വഴി കിട്ടി. എന്ത് വഴി? വഴി കിട്ടി. നീ എപ്പോഴും പറയാറില്ലേ എനിക്ക് ബുദ്ധിയില്ലെന്ന്. ഇപ്പൊ എന്ത് പറയുന്നു? ബുദ്ധിയുണ്ട്. ആ, കൊനഷ്ട ബുദ്ധി. സുധരേ, എന്താ? എന്റെ പഴയ കൂട്ടുകാരല്ലേ മാധവമേനോൻ? ആ, അയാളെ എടുത്തു വന്നിട്ടുണ്ട്. എഴുത്തോ? എന്താ എഴുതിയിരിക്കുന്നേ? ആ, സുധര വായിച്ചില്ലേ? ഇല്ല. നിങ്ങൾ ഉറച്ചു വായിച്ചേ. പ്രിയപ്പെട്ട രാഘവന് ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. ആ ആ സിംഗപ്പൂരിൽ ഒരു പാട്ട് കച്ചേരി നടത്താൻ പാട്ട് കച്ചേരിയോ? പാട്ട് കച്ചേരി നടത്താൻ ആളെ വേണം എന്ന് എഴുതിയിരുന്നല്ലോ. പക്ഷേ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മൃദംഗ വിദ്വാൻ കാല് മാറിക്കളഞ്ഞു. നിന്റെയോ സുഭദ്ര കുഞ്ഞമ്മയുടെയോ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയക്കണം. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ്. അവൻ ആകെ ധർമ്മസങ്കടത്തിലാണെന്ന്. അയ്യോ, ഞാൻ ആലോചിച്ചിട്ട് ആരെയും പിടികിട്ടുന്നില്ല. നിനക്ക് വല്ലതും അറിയാവോ? അയ്യോ, എനിക്ക് ഈ മൃദംഗം വായിക്കുന്ന ആളെ ആരറിയാനാ? ഒരു കാര്യം ചെയ്യാം. മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരെ പറഞ്ഞയക്കാം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട്. പക്ഷേ പിന്നെന്തിനാ ഞാനിവിടെ ഉള്ളപ്പോ വേറെ മൃദംഗക്കാരൻ അന്വേഷിച്ച് പോകുന്നേ? അതിപ്പോ നീ വായിച്ചാൽ ശരിയാവില്ല. നമുക്ക് വേറെ ആളെ നോക്കാം. അതെ അതെ. ഞാൻ വായിച്ചാ മതി. സിംഗപ്പൂർ കച്ചേരിക്ക് ഞാൻ മൃദംഗം വായിക്കും. നീയോ? അതെന്താ ഞാൻ കുട്ടി ഒച്ച വരത്തില്ലയോ? ഒച്ച ആര് കുട്ടിയാലും വരും. പിന്നെന്താ? പക്ഷെ നീ ശരിയായ ഒരു മൃദംഗ വായനക്കാരനാണെന്ന് സംശയലേശമെന്നെ മാധവമേനോന് ബോധ്യം വരണം. അതിന് നീ അയാളുടെ മുമ്പിൽ കൊട്ടണം. ഏത് മേനോന്റെ മുമ്പിലും ഞാൻ വായിക്കാം. ഇപ്പൊ പോവാ. ഇപ്പൊ പോകുന്നു വേണ്ട. നീ വായിക്കല്ലേ? ഞാൻ വായിക്കും. അങ്ങനെയാണെങ്കിൽ അയാളെ വിവരം അറിയിച്ചിട്ട് മറുപടി വന്നിട്ട് നമുക്ക് പോവാം. മതി. അപ്പൊ പോയാ മതി. പരിപാടി ഒടുവിൽ വാക്ക് പറയാനുണ്ടല്ലോ. സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. മതി മതി. വായിക്കുന്നേ. സുഭദ്രേ, സുഭദ്രേ, എന്താ അത്? വിളിക്കടി.
വലിച്ചേ ഇതെന്താ ഇത്? അലുവ നേരത്തെ വിളിച്ചേ. അയ്യോ, ഇത് പശയല്ലേ? പശ ഒഴിച്ചിട്ട് അലുവ ഉണ്ടാക്കുക? വായിലൊട്ടുന്നേ. മൃഗക്കാരൻ മോൻ വാ തുറക്കാതിരിക്കണമെങ്കിലേ ഇതേ പറ്റൂ. കല്യാണ നിശ്ചയത്തിന് ഇതും കൂടെ വെക്കണമെന്ന് ശങ്കരപ്പിള്ളോട് പറഞ്ഞയച്ചിട്ടുണ്ട്. എനിക്ക് ജീവനി കൊതിയുണ്ട്. നീ അങ്ങോട്ട് വെച്ചേ. എന്നാലേ ഇതും കൂടെ ഒഴിച്ചോ. മിടുക്കൻ, മഹാമിടുക്കൻ. കേരളത്തെ കിട്ടുണ്ണിക്കുറിപ്പ് അദ്ദേഹത്തിന്റെ ചെറുമകന്റെ മകൻ തന്നെ. ചെറുമകളുടെ മകൻ? ആ, ചെറുമകളുടെ മകൻ തന്നെ. ഞാനും ഒരു കാലത്ത് നന്നായിട്ട് മൃഗം വായിക്കുമായിരുന്നു. മരിക്കാൻ കിടന്നപ്പോ ഭാനുമതി എന്നോട് പറഞ്ഞു ഒന്ന് വായിക്കണമെന്ന്. എന്നിട്ട് അവൾ ഈ വായിക്കില്ല എന്നെ കൂടെ സത്യം ചെയ്യിച്ചു. പിന്നെ മരിക്കുന്നത് വരെ ഞാൻ വായിച്ചിട്ടില്ല. അവള് മരിച്ചതിന് ശേഷം പിന്നെ ഈ വീട്ടിൽ മൃദംഗത്തിന്റെ ഒച്ച കേൾക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. മോനെ, ഉറങ്ങിക്കിടന്ന ഈ വീടിനെ ഉണർത്തിയത് നീയാണ്. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. എന്തിന്? അല്ല, കച്ചേരിക്ക് പോവാൻ. അവനെ ഈ പ്രോഗ്രാമിന് പോകുന്ന കാര്യം പറയായിരുന്നു. സിംഗപ്പൂരില്. സിംഗപ്പൂർ പ്രോഗ്രാമിലെ വായനയും ഇതുപോലെ നന്നാവും. സിംഗപ്പൂരിൽ മാത്രമല്ല, ലോകം മുഴുവൻ പ്രസിദ്ധനാകാൻ പോവുകയാണ്. അതാണല്ലോ എന്റെ ആഗ്രഹം. പ്രഭാകരന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറണമെന്നാണല്ലോ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അതങ്ങ് മറന്നുപോയി. മോളെ ശൈലജേ, കാപ്പി എടുക്കൂ. വേണ്ട, കാപ്പിയൊന്നും ഇപ്പൊ വേണ്ടായിരുന്നു എന്റെ മേന്നെ. എന്നാലും അതല്ലല്ലോ അതിന്റെ ഒരു ശരി. പെണ്ണെങ്ങനെ കൊള്ളാമോ? എന്തിനു കൊള്ളാവുന്നു? പാട്ടിലെ വലിയ കേമിയാന്നാ കേട്ടത്. നോയിക്കോ. അവള് വലിയ കേമാണ്. എനിക്കെന്താ? എന്താ അമ്മയും മോനും കൂടെ ഒരു കുശുകുശുപ്പ്? ഏയ്, ഒന്നുമില്ല. അല്ല, ഇവൻ പറയുന്ന എന്തെന്ന് വെച്ചാ ശൈലജയുടെ പാട്ട് കേട്ടാൽ. അയ്യോ, അറിയാം, പാടാറില്ല. മോളെ, നിനക്ക് വല്ലതും പ്രഭാകരനോട് ചോദിക്കാറുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, എല്ലാം അച്ഛന്റെ ഇഷ്ടം. മോളെ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ കഴിക്കത്തക്ക രീതിയിൽ ഉള്ള മധുര പലഹാരം തന്നെ നീ കൊണ്ടുവന്നു. മധുരം കഴിക്കാൻ പാടില്ലാത്ത അച്ഛൻ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയാ? കഴിക്കുന്നവരല്ലേ പറയേണ്ടത്. അവരോട് തന്നെ ചോദിക്കുന്നതാ നല്ലത്. എന്നാലേ നമുക്ക് മാറി അപ്പുറത്തോട്ടിരിക്കാം. അവർക്ക് തമ്മിൽ വല്ലതും ചോദിക്കാനോ പറയാനോ ഒക്കെ കാണുമായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പ്രഭാകരന് പറയാനൊന്നുമില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അവനൊന്നും പറയാനുണ്ടാവില്ല. പണ്ട് മുതലേ അവന്റെ സ്വഭാവം അങ്ങനെയാ. എന്താ നമുക്ക് അപ്പുറത്തേക്ക് നീങ്ങാം. അവിടെ കുഞ്ഞിനെ പെണ്ണ് കെട്ടിക്കാതെ നല്ല ഒരു മുഹൂർത്തത്തിന് കല്യാണം നടത്തി താമസിയാതെ ഈ ബന്ധം അങ്ങ് ഉറപ്പിക്കാം. എന്താ? എല്ലാവർക്കും എന്റെ മകളെ ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം. ഒരു കല്യാണം എന്ന് പറയുമ്പോ ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ, അതെല്ലാം എന്നെ പുറകെ നടക്കും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്റെ പ്രഭാര, നീ ഒന്നും ഉണ്ടായിരിക്കും. ഒന്നുമില്ലെങ്കിലും പ്രായത്തെങ്കിലും മര്യാദ. നിന്റെ അച്ഛനല്ലേ? അച്ഛൻ മണ്ണാങ്കട്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെന്റെ ജീവിത പ്രശ്നമാണ്. അത് താർക്കാൻ ശ്രമിച്ചാൽ ഒരുത്തരം ഞാൻ വെറുതെ ചുമ്മാ ഇരിക്കട്ടാ. എടാ, എനിക്ക് വേറെ ഒരു മോനുണ്ട്. വേണമെങ്കിലേ ഇവനെ കൊണ്ട് ഞാൻ ആ പെണ്ണിനെ. നീ കേട്ടുവോ?
ആ കിട്ടും. ആ എന്നാ കെട്ടിച്ചോ. ഉവ്വ കെട്ടും കെട്ടും. പക്ഷേ മൂത്തവൻ നിൽക്കുമ്പം ഇളയവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കുന്ന വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പൊ നിന്റെ അച്ഛനും അമ്മയും ചട്ടാനും വേണ്ടല്ലോ നിങ്ങളെ മൃഗം കെട്ടി സൂചിച്ചിരിക്കണം അല്ലേ? ആ ആ എന്നാ ഞാൻ ചാകുന്നതിന് മുമ്പ് നിന്നെ കൊന്നിട്ട് വേറെ വേണ്ട ഞാൻ പറയാം.